എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യുന്നത് കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഒരു തക്കാളിയും 2 മുട്ടയും ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. രാവിലെയോ വൈകുന്നേരമോ ഏത് സമയത്തും നമുക്കിത് കഴിക്കാം. ഇനി നമുക്കിതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് 2 തക്കാളി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. തക്കാളിയുടെ സൈഡ് ഭാഗം ഒന്ന് മുറിച്ച് കളഞ്ഞതിന് ശേഷം കനം കുറച്ചൊന്ന് മുറിച്ചെടുക്കാം. ഇതുപോലെ കുറച്ച് കനം കുറച്ച് വേണം മുറിച്ചെടുക്കാൻ. ബാക്കിയുള്ള തക്കാളിയും ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. തക്കാളിയെല്ലാം ഇവിടെ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്കിഷ്ടമുള്ള ഏതെണ്ണയും ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഈ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരണം. അതിനുശേഷം തക്കാളി ഓരോന്നായിട്ട് ഇതിന് മുകളിലായിട്ട് നിരത്തി കൊടുക്കാം. തക്കാളി നിരത്തി കൊടുത്തതിന് ശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. തക്കാളി റെഡിയായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് വേണ്ട മുട്ട റെഡിയാക്കി എടുക്കാം. 3-4 മുട്ട ഇതിന് വേണ്ടിയിട്ട് എടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പാപ്രിക്ക പൗഡറാണ്. പാപ്രിക്ക പൗഡർ ഇല്ലാത്തവർ ഇതിന് പകരമായിട്ട് മുളക് പൊടി ഉപയോഗിച്ചാലും മതി. നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് കുരുമുളക് പൊടിയോ പച്ചമുളകോ മല്ലിയിലയോ എന്ത് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയമായപ്പോഴേക്ക് തക്കാളിയുടെ ഒരു സൈഡ് റെഡിയായിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും തിരിച്ചും മറിച്ചുവിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. സമയം ഒന്ന് അടച്ചു വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് റെഡിയായി കിട്ടും. തക്കാളി റെഡിയായി കഴിയുമ്പോൾ ഇതിലേക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് കുറച്ച് പാപ്രിക്ക പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പാപ്രിക്ക പൗഡർ ഇല്ലെങ്കിൽ ഇതിന് പകരം മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. അതിനുശേഷം ഇത് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടയുടെ റെസിപ്പിയാണിത്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. എല്ലാവരും ചെയ്തു നോക്കുക. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.